അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുന്ന സമയമാണ്. അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള വലിയ വിപത്തിനെ സംബന്ധിച്ചിട്ടും ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അടിയന്തരാവസ്ഥ എന്തായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു അത് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ഒരു സംസാരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ സംവദിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് തടവുകാരനും അന്നത്തെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമൊക്കെയായിരുന്ന, ഒരുപക്ഷെ അടിയന്തരാവസ്ഥയെ അതിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക വശങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായി വിശദീകരിക്കുവാൻ കഴിയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് പി സി ഉണ്ണിച്ചക്കനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിനോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. സഖാവെ, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ് കൂടി ഈ ആചരണത്തിൻ്റെ ഭാഗമായി സംവിധാൻ ഹത്യ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരും ആചരിക്കുകയാണ്. അപ്പം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാം. 1975 ജൂൺ 12-ാം തീയതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജഗൻമോഹൻലാൽ സിൻഹ എന്ന് പറയുന്ന ജഡ്ജി 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് മത്സരിക്കാൻ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു 75 ജൂൺ 12-ാം തീയതി വരുന്നത്. 24-ാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് സോപാധിക സ്റ്റേ കിട്ടിയവർക്ക്. ഈ സ്റ്റേ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നതിന് പകരം അവർക്ക് പാർലമെന്റിൽ പങ്കെടുക്കാം, വോട്ടവകാശമില്ലാതെ പങ്കെടുക്കാം എന്ന ഒരു വിധിയായിരുന്നു ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധിയിലെ സോപാധിക സ്റ്റേ കിട്ടിയത്. പക്ഷെ അവര് അതിന് നിൽക്കാതെ സിദ്ധാർത്ഥ ശങ്കർ റേ, പശ്ചിമ ബംഗാളിലെ അർദ്ധ ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് കുപ്രസിദ്ധി നേടിയിരുന്ന അന്നത്തെ കോൺഗ്രസ് ബംഗാളിലെ പഴയ മുഖ്യമന്ത്രി കൂടിയായിരുന്ന സിദ്ധാർത്ഥ ശങ്കർ റേയെ വിളിച്ചു വരുത്തി സ്വന്തം ക്യാബിനറ്റ് പോലും അറിയാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒരു റെസൊല്യൂഷൻ തയ്യാറാക്കി ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ചു എന്നുള്ളതാണ്. രാത്രി 11:42 ഒപ്പിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, പിറ്റേ ദിവസം കാലത്താണ് എന്നും കേൾക്കുന്നു. എന്തായാലും ജൂൺ 25-ാം തീയതി അർദ്ധരാത്രി മുതൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. പിറ്റേ ദിവസം 6:30 75 ജൂൺ 26-ാം തീയതി 6:30 കേന്ദ്ര ക്യാബിനറ്റ് കൂടുന്നത്. കേന്ദ്ര ക്യാബിനറ്റ് കൂടിയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സ്വന്തം ക്യാബിനറ്റ് പോലും അറിയാതെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതിന് അംഗീകാരം കൊടുക്കുക മാത്രമാണ് ക്യാബിനറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു സമയത്തിനുള്ളിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടിരുന്നു. അപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള കോടതി വിധിയാണെന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക അവസ്ഥ അത്ര കണ്ട് പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മഹത്തായ സ്വപ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ ഏതാണ്ട് വാടിക്കരിഞ്ഞു പോകുന്ന രൂപത്തിലാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിലെ ഒരു കവി ഈ ആമട്ടു വില നൽകി നാം പണിതാശിച്ചൊരാ ക്ഷേമരാഷ്ട്രത്തിൻ പൂക്കളത്രയും ഉൾക്കേടായിപ്പോയി എന്ന് തൃശ്ശൂരിലെ തിരുവാതിരകൾ എന്ന് പറയുന്ന കവിത അതിൽ എഴുതുന്നുണ്ട്. അതായത് ആ സ്വപ്നങ്ങളൊക്കെ വാടിക്കരിഞ്ഞു പോകുന്ന ഒരു പൊതുസ്ഥിതിയാണ് ഉണ്ടായത്. മാത്രമല്ല 60കളോടുകൂടി തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങി. വിലക്കയറ്റം 137% മാറി. രൂപയുടെ മൂല്യം വല്ലാത്ത തോതിൽ ഇടിഞ്ഞു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി. 3 വർഷത്തേക്ക് 1966 മുതൽ 69 വരെ 3 വർഷക്കാലത്തേക്ക്
പഞ്ചവത്സര പദ്ധതികൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. 3 വർഷക്കാലം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല. അതിരൂക്ഷമായ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള എതിർപ്പുകൾ അതിശക്തമായി വന്നു. 70 ഒക്കെ എത്തുമ്പോഴേക്കും ഗരീബി ഘടാവോ ബക്കാരി ഘടാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ, ജനപ്രിയ മുദ്രാവാക്യങ്ങൾ, അതിൻ്റെയൊക്കെ പ്രഭ മങ്ങി തുടങ്ങുന്ന ഒരു സമയം കൂടിയായിരുന്നു. 75 അടിയന്തരാവസ്ഥയ്ക്ക് വരുന്നതിൽ തൊട്ടു മുൻപ് 40% ഇന്ത്യയിൽ ദരിദ്രരെങ്കിൽ 75 എത്തുമ്പോഴേക്കും അതുകൊണ്ട് 70% ഉയർന്നു എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുന്ന ഒരു സമയത്താണ് ഈ വിധി വരുന്നത്. ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ തന്നെ അടുത്ത നേതാവ് ആരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ച വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള ആൾക്കാണ് 146 വോട്ട് കിട്ടിയത്. ഇന്ദിരാഗാന്ധിയുടെ പ്രതിനിധിയായിരുന്ന KP ഉണ്ണികൃഷ്ണൻ ഏതാണ്ട് 46 വോട്ട് മാത്രമാണ് കിട്ടിയത് കോൺഗ്രസിനുള്ളിൽ തന്നെ. അപ്പോൾ കോൺഗ്രസിനുള്ളിൽ പോലും അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിധി വരികയും ആ വിധിയെ തൻ്റെ സ്വച്ഛാധിപത്യ രൂപത്തിലേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപനമായിട്ട് അവർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സമയം ജൂൺ 25 അർദ്ധരാത്രി കഴിഞ്ഞ് ക്യാബിനറ്റ് കൂടുന്നതിന് മുൻപേ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള, അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ മാത്രമല്ല, കോൺഗ്രസിനുള്ളിൽ തനിക്കെതിരായി നിലപാടെടുത്തിരുന്ന, അന്ന് കോൺഗ്രസിനുള്ളിലൊക്കെ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പൊക്കെ നടക്കും, വർക്കിംഗ് കമ്മിറ്റിയിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയായിരുന്നു ആ സംഭവം. കുറേ കാലം മുൻപ് വരെ കൃത്യം എല്ലാ വർഷവും AICC സമ്മേളനവും അതിൻ്റെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് എതിരായി കോൺഗ്രസിനുള്ളിൽ നിന്നിരുന്ന ആളുകളായിരുന്നു യങ് ടർക്കുകൾ എന്ന് പറയും. പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ചന്ദ്രശേഖർ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിരുന്ന കൃഷ്ണകാന്ത്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ തടവറയിലേക്ക് അടച്ചു. വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് വന്നു. പത്രമാരണ നിയമം വന്നു. എല്ലാ തരത്തിൽ പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ പവർ കട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പിറ്റേ ദിവസം വന്നത് പവർലെസ് എന്നാണ്. അങ്ങനെ പറയുന്ന ഒരു വാർത്തയാണ് അവർ കൊടുത്തത്. എഡിറ്റോറിയൽ പേജുകളൊക്കെ തന്നെ ബ്ലാങ്കായിട്ട് ഇടുകയും പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് അടിയന്തരാവസ്ഥയുടെ കൃത്യമായൊരു ചിത്രം വ്യക്തമാക്കുന്ന ഒന്നാണ് അബുവിൻ്റെ കാർട്ടൂൺ. ഒരു ബാത്ത് ടവലിൽ ഇരിക്കുന്ന കുളിമുറിയിലിരിക്കുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ ഒക്കെ ഒപ്പിട്ട് കൊടുത്ത് ഇനി വല്ലതും ഒപ്പിടാനുണ്ടോ എന്ന് ചോദിക്കുന്ന അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണായിരുന്നു അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വന്നത്. ആളുകൾ അവരുടേതായ രൂപത്തിൽ, സർഗാത്മകമായ രൂപത്തിൽ പല പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. റീഡേഴ്സ് ഡൈജസ്റ്റിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിരുന്ന ഒരു രാജേഷ് മഹാദേവൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ്, പാലക്കാട്ടുകാരൻ. അയാൾ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ക്ലാസിഫൈഡ് പരസ്യത്തിൽ 28-ാം തീയതി ഒരു പരസ്യം കൊടുത്തു. ഓ ക്രേസി ഡം, ബിലവഡ് ഹസ്ബൻഡ് ഓഫ് ടി റൂത്ത്, ബ്രദർ ഓഫ് ഹോപ്പ് ജസ്റ്റിസ്, ഡൈഡ് ഓൺ ജൂൺ 26 എന്ന് പറയുന്ന രൂപത്തിലൊരു പരസ്യമാണ് അവരന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തത്. പക്ഷെ അന്ന് ഈ സെൻസർ ബോർഡിന് ഇത് ക്ലാസിഫൈഡ് പരസ്യത്തിലായതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ മരിച്ചുപോയത് ഡെമോക്രസിയാണ്, ലിബർട്ടിയാണ്, ജസ്റ്റിസാണ്, ഹോപ്പാണ് എന്ന തരത്തിലായിരുന്നു ആ പരസ്യം വന്നത്. പക്ഷെ അത് വേറൊരു തരത്തിലായതുകൊണ്ട് ആൾക്ക് മനസ്സിലായില്ല അത് പരസ്യമൊക്കെ. പിന്നീടാണ് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള ഒരാളാണ് അത് പരസ്യമൊക്കെ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണവർഗങ്ങൾ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പ്രതിഫലനം കൂടിയായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. 21 മാസക്കാലം അത് നീണ്ടുനിന്ന് ഷാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതനുസരിച്ച് 1,10,000-ഓളം ആളുകൾ, 672, 1,10,672 എന്നാണ് ഏകദേശം ഒരു കണക്ക്. അത്തരം ആളുകൾ തടവറയിൽ അടയ്ക്കപ്പെട്ടു. അനേകം പേര് രക്തസാക്ഷികളായി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ രാജൻ വിജയൻ, അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ, കർണാടകത്തിലെ സ്നേഹലത റെഡ്ഡി, അങ്ങനെ ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായി. 84 വയസ്സുള്ള വൈദ്യഗുരുദത്ത് എന്ന് പറയുന്ന 84 വയസ്സുള്ള വൈദ്യഗുരുദത്ത് 100-200ഓളം പുസ്തകങ്ങൾ രചിച്ചുള്ള ഒരാളാണ്. 14 വയസ്സുള്ള മാതറ എന്ന് പറയുന്ന ഒരു ആദിവാസി ബാലൻ വരെ. ലക്ഷക്കണക്കിന് വീടുകൾ ഡൽഹിയിൽ ബുൾഡോസർ രാജിന് വിധേയമായി.
അടിച്ചു തകർത്തപ്പെട്ടു. ഏതാണ്ട് 1,00,000-ലധികം ആളുകളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കി, നിർബന്ധ വന്ധ്യംകരണത്തിന് വിധേയമാക്കി. സഞ്ജയൻ്റെ 5 ഇന്ദിരാഗാന്ധിയുടെ 20 എന്ന് പറയുന്ന രൂപത്തിലായി. അപ്പോൾ നമ്മൾ ഇന്ന് അടിയന്തരാവസ്ഥയുടെ കാര്യം ഓർക്കുമ്പോൾ, പിന്നീട് ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് ഭരണക്രമത്തിലേക്ക് രാജ്യം മാറുമ്പോൾ അതിൻ്റെ ഇതിലേക്ക് വളരാൻ കഴിയാവുന്ന ചില ബീജങ്ങളൊക്കെ തന്നെ നമുക്ക് അടിയന്തരാവസ്ഥയിൽ കാണാം. കാരണം ജനാധിപത്യം അഭികാമ്യമാണെങ്കിലും ദേശമാണ് വലുത് എന്ന് പറയുന്നൊരു മുദ്രാവാക്യം. ഇന്ന് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ബറൂവയുടെ മുദ്രാവാക്യം. നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറയുന്ന മുദ്രാവാക്യം. അതേപോലെ തന്നെ ദേശത്തെക്കുറിച്ചുള്ള സങ്കല്പം ഭക്ഷണമോ സ്വാതന്ത്ര്യമോ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഇതൊക്കെ തന്നെ ആ കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ടത് വലിയ തോതിൽ അതിന് അടിയന്തരാവസ്ഥയെ എതിർക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന പല ആളുകളും നിശബ്ദരായി അടിയന്തരാവസ്ഥയുടെ സ്തുതിപാഠകരാകുന്ന വിചിത്രമായ കാഴ്ചയും നമ്മൾ ആ കാലത്ത് കണ്ടു. എതിർക്കുന്നവരെയൊക്കെ തന്നെ തടവറയിലേക്ക് അടയ്ക്കുകയും ഭയം എന്ന് പറയുന്ന രൂപത്തിലേക്ക് രഹസ്യ പോലീസുകാരുടെ കാലടിയിലേക്കായിട്ട് രാജ്യം മാറിയിട്ടുണ്ട്. ഇനി ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമെന്ന് രഹസ്യ പോലീസുകാർ ഒരു ഉപദേശം കൊടുക്കുകയും അത് പറയുന്നു സഞ്ജയനെ അടുത്ത പ്രധാനമന്ത്രിയാവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എന്തായാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ മുഴുവൻ തോറ്റു. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ്സുകാരെ ഭരണത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു. ജനതാ പാർട്ടി എന്ന് പറയുന്ന വ്യത്യസ്തമായ രൂപത്തിൽ സോഷ്യലിസ്റ്റുകളും അതേപോലെയുള്ള ആളുകൾ അടങ്ങുന്ന ജനതാ പാർട്ടി അടിയന്തരാവസ്ഥയിൽ ജയിലിലായിരുന്ന മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ. വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഗുജറാത്ത് കോൺഗ്രസ് സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ ചിമൻഭായ് പട്ടേലായിരുന്നു അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അതുപോലെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭയായിരുന്നു. ഈ 2 സ്ഥലത്തും വിദ്യാർത്ഥികളുടെ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു. അതേപോലെ തന്നെ 74-ലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റെയിൽവേ പണിമുടക്ക് വരുന്നത്. 74-ലാണ് ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള വേറെ ചില ആരോപണങ്ങൾ വന്നിരുന്നു. അത് ഡൽഹി SBI ശാഖയിൽ നിന്ന് ഒരാൾ ഫോൺ വെച്ച് 60 ലക്ഷം രൂപയോ ഒക്കെ പിൻവലിച്ചു എന്ന് പറയുന്ന ഒരു കേസ് വന്നു. ആ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കശ്യപ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ദാരുണ സന്ദർഭത്തിൽ കൊല ചെയ്യപ്പെടുന്നു. പിന്നെ LN മിശ്ര, അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന LN മിശ്രയുടെ ദാരുണമായ മരണം. ഇങ്ങനെ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധിയും വ്യവസായ മുരടിപ്പും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഭരണത്തിൻ്റെ വൃത്തങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വന്നു. ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അപ്പോൾ ഇന്ദിരാ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്കൻ CIA അതേപോലെ ആളുകളൊക്കെ തന്നെ വലതുപക്ഷ സംഘടനകൾ JPയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് രാജ്യം ആഭ്യന്തര സുരക്ഷയെ ഭീഷണി നേരിടുന്നു. അതിന് മറികടക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് 75-ലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ പ്രവണതയുടെ പ്രശ്നം മാത്രമായി ചുരുക്കി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെ നമ്മൾ മൈനസ് ചെയ്യലായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൂടിയാണ്. അതിനൊരു നിമിത്തമായി ഈ വിധി വന്നു. അവരുടെ ഭരണം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല സന്ദർഭമായിട്ട് ആ സന്ദർഭം മാറി എന്നുള്ളതാണ്. സാർ, ഇപ്പം സാറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യങ്ങളെ പറ്റി വിശദീകരിച്ചു. ആ വിശദീകരണങ്ങളിൽ പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത്, ഈ ആധുനിക കാലത്ത് ഇപ്പം നമ്മുടെ ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് കീഴിൽ അതിന് സമാനമായിട്ടുള്ള പല സാമൂഹ്യ സാഹചര്യങ്ങളിലൂടെയും ഭരണപരിഷ്കാരങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നു എന്ന് തോന്നൽ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്കുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥ ആ കാലവും അതിന് സമാനമായി ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളും കൂടി ഒന്ന് വിശദീകരിക്കാം. ഒന്ന്, അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം അവർ ഭരണഘടനയുടെ പല ആർട്ടിക്കിളുകളും ഭേദഗതി ചെയ്തു. 38, 39, 42, 134A തുടങ്ങിയിട്ടുള്ള
ഭരണഘടനയുടെ വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടായിരുന്നു അവരടിയന്തരാവസ്ഥയുടെ ദുർഭരണം നടത്തിയിട്ട്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി പോലും ഇല്ലാതെ എത്ര സുപ്രീം കോടതി വിധി വന്നാലും അതൊന്നും പരിഗണിക്കാതെ തന്നെ അന്ന് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ പല വകുപ്പുകളെ ഭേദഗതി ചെയ്തിട്ടാണ് തൻ്റെ ദുർഭരണവും സ്വേച്ഛാഭരണം നടപ്പാക്കിയതെങ്കിൽ ഇന്ന് 1000 വെട്ട് എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് നേരെ, ഭരണഘടന ഒരു പുസ്തകം മാത്രമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിനോട് യാതൊരു വിധത്തിലുള്ള പ്രതിപത്തി ഇല്ലാത്തവരാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഇല്ലെങ്കിൽ പോലും എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കുന്നവരെയൊക്കെ ഇപ്പോൾ ഏറ്റവും അടുത്താണ് ഇപ്പോൾ 10-12 വർഷം മുൻപ് അരുന്ധതി റോയ് നടത്തിയ ഒരു പ്രസംഗത്തിനെതിരായിട്ട് ഇപ്പോൾ അവർക്ക് UAP ചുമത്തിയിരിക്കുന്നത്. എത്രയോ ഈ ഭരണത്തെ എതിർക്കുന്ന ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഇവരൊക്കെ UAP ഒക്കെ അനുസരിച്ച് തടവറയിലാണ്. അതിന് ഒരു നിയമനിർമ്മാണം അവർ നടത്തിയിട്ടില്ല. ഇന്ദിരാഗാന്ധി നടത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റിനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഒരു ഭരണഘടനാ ഭേദഗതിയിലെ. രണ്ടാമത് പ്രധാനമന്ത്രി, സ്പീക്കർ, പ്രസിഡന്റ് തുടങ്ങിയ ആളുകളുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. പിന്നെ സർക്കാരുകളുടെ കേസുകളൊന്നും താഴെ കോടതികൾ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ ഭരണത്തിന് സുഗമമായി കൊണ്ടുപോകാൻ പറ്റാവുന്ന ഭരണഘടനാ ഭേദഗതി ചെയ്ത് അതിനെ ദുരുപയോഗം ചെയ്താണ് വന്നതെങ്കിൽ ഇന്ന് ഭരണഘടനയെ തന്നെ അപ്രസക്തമാക്കുന്ന ഭരണ സംവിധാനമാണ് നടക്കുന്നത്. അന്ന് നാവടക്കൂ പണിയെടുക്കൂ എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യെങ്കിൽ ഇന്ന് 4 കോഡുകൾ ഇന്ത്യയിലെ എത്രയോ കാലമായി ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തൊഴിലാളി വർഗം സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമാണ്. സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം, ബോണസ് കിട്ടാനുള്ള അവകാശം, PF കിട്ടാനുള്ള അവകാശം, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ, 10-200ഓളം നിയമങ്ങളുണ്ടായിരുന്നു. ആ നിയമങ്ങളൊക്കെ 4 കോഡുകളാക്കി മാറ്റി. 8 മണിക്കൂർ ജോലി 12 മണിക്കൂറാക്കി മാറ്റുന്നതിനും തൊഴിലവകാശങ്ങൾ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നത്. അടിയന്തരാവസ്ഥയിൽ 6 വർഷത്തേക്ക് പാർലമെന്റിന്, 1 വർഷം പാർലമെന്റ് നീട്ടിക്കൊടുത്തു. അതായിരുന്നു അടിയന്തരാവസ്ഥയിൽ ചെയ്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പാർലമെന്റൊക്കെ കൂടുന്നുണ്ട്, പക്ഷേ പാർലമെന്റിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല. ഇന്ത്യ പോലെ വളരെ ബൃഹത്തായ ഒരു രാജ്യത്ത് എല്ലാ കാര്യങ്ങളും വിശദമായി പാർലമെന്റ് പോലെ ഒന്നിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭരണഘടനയിൽ പാർലമെന്ററി സമിതികൾ എന്ന് പറയുന്നത്, അതായത് ജോയിന്റ് പാർലമെന്ററി സമിതികൾ, ഇങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഒരു പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ അത് ഈ സമിതികൾ വ്യത്യസ്തമായ സമിതികളാണ്. ആ സമിതികളിൽ എല്ലാ പാർട്ടിയുടെയും അംഗങ്ങളുണ്ടാവും. ഓരോ സമിതികളിലും എല്ലാ പാർട്ടിയുടെ പാർലമെന്റിൽ അംഗത്വമുള്ള എല്ലാ പാർട്ടിയിലെയും പ്രതിനിധികൾ ഏതെങ്കിലുമൊക്കെ ജോയിന്റ് പാർലമെന്ററി സമിതികളിലോ സബ് കമ്മിറ്റികളിലോ ഏതെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്കത് സൂക്ഷ്മമായി ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തതിന് ശേഷം കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കാൻ, തിരസ്കരിക്കാം. പക്ഷേ ഈ വക നടപടികളോ അതിൻ്റെ എണ്ണം കുറയാണ്. ആദ്യത്തെ പാർലമെന്റ് ഒരു വർഷത്തിൽ 135 ദിവസം കൂടിയെങ്കിൽ ഇപ്പോൾ 55 കുറവ്. നേരത്തെ പറഞ്ഞ നിയമനിർമ്മാണത്തിൽ പാലിക്കപ്പെടേണ്ട യാതൊരു വിധത്തിലുള്ള നടപടികളില്ല. സിറ്റിംഗ് ഫീസും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ പാർലമെന്റിലും ഈ പാർലമെന്റിലും ഡെപ്യൂട്ടി സ്പീക്കറില്ലേ, സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ തന്നെ പാർലമെന്റ്, അപ്പോൾ പ്രതിപക്ഷത്തിന് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് വരികയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ പോലും പ്രധാനമന്ത്രിയോട് ഹാജരാവില്ല. ഇതൊക്കെ ഒരിക്കൽ പോലും പത്രക്കാരെ ഒരു പത്രസമ്മേളനം നടത്താത്ത ഒരു പ്രധാനമന്ത്രിയാണ് 11 വർഷത്തോളമായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളെ പോകുന്നു. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ സമസ്ത സമ്പത്തും MNCകൾക്കും നാടൻ വിദേശ കുത്തകൾക്ക് കീറെഴുതുന്ന തരത്തിലാണ് ഭരണം നടക്കുന്നത്. 54 പേരായിരുന്നു മോഡി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ശതകോടീശ്വര പട്ടികയിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് 200 കഴിയും. ഇപ്പോൾ ഓക്സ്ഫാം റിപ്പോർട്ടൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ സിംഹഭാഗം 0.001% കയ്യിലാണ്. 1% പോലും ഇല്ലാതെ 1%ൻ്റെ കയ്യിലാണ് 10-40%. അതിൽ തന്നെ 5 കുടുംബങ്ങൾ, അതിൽ തന്നെ ഏറ്റവും ഈ 0.001% കൈകളിലേക്ക് രാഷ്ട്രസമ്പത്ത് മുഴുവൻ തന്നെ കേന്ദ്രീകരിച്ചു എത്തിച്ചിരിക്കുന്ന ഒരു ഭരണമാണ്. അപ്പോൾ ജനാധിപത്യം, ഫെഡറലിസം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ ഫെഡറലിസം 5ാം പട്ടിക, വിൽപ്പന നികുതി ചട്ടത്തിൻ്റെ 5ാം പട്ടിക ഒരു ഭേദഗതി ചെയ്ത് അങ്ങനെ സംസ്ഥാനങ്ങൾ ഞെരുക്കാൻ നോക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു നിയമനിർമ്മാണവും ഇല്ലാത്ത സംസ്ഥാനങ്ങളുടെ അധികാരം മുഴുവൻ കവർന്നെടുക്കുക. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്. ഭരണഘടനയിൽ 3
ഇതാണ് ഇതിൽ കൺകറന്റ് ലിസ്റ്റിലുണ്ടായതും സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന അവകാശങ്ങളൊക്കെ ഒരു ഭരണഘടനയോ സംസ്ഥാനങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെ ഇതൊക്കെ സ്റ്റേറ്റിൻ്റെതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേന്ദ്രീകൃത ഭരണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഈ ജെറോം കെ ജെറോമിൻ്റെ ഒരു നോവലുണ്ട്, അൺയൂട്ടോപ്പിയ എന്ന് പറയും. അൺയൂട്ടോപ്പിയ എന്ന് പറയുന്ന നോവലിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് പേരില്ല, അവർക്ക് പകരം ആകെ നമ്പറാണ്. അപ്പോൾ എല്ലാം ഒന്നിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു തരത്തിലേക്ക്, അതിനാണ് പൗരത്വ നിയമ ഭേദഗതി വന്നത്. അതിനാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയമങ്ങളും അവർ കൊണ്ടുവരുന്നതൊക്കെ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു യൂണിറ്ററി സ്റ്റേറ്റ്. ഇന്ത്യയുടെ ഫെഡറലിസത്തെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും അവർ അംഗീകരിച്ചിട്ടില്ല. ഭരണഘടന നിലവിൽ വന്ന കാലത്ത് പോലും അവർ അംഗീകരിച്ചിട്ടില്ല. ദേശീയ പതാക അംഗീകരിച്ചിട്ടില്ല. ഒരു ചിഹ്നങ്ങളെയും അവർ അംഗീകരിച്ചിട്ടില്ല. അവരന്നും ഈ ഏകീകൃതം, ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ കീഴിലുള്ള ഒരു ഭരണത്തെക്കുറിച്ചാണ് അവരുടെ സങ്കല്പം ഉണ്ടായിരുന്നത്. അത് ഗോൾവർക്കർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുസോളിനിയെ പോലെ ഹിറ്റ്ലറെ പോലെയുള്ള ഒരാളെ ഉണ്ടാവണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതില്ല, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭരണം കിട്ടിയ ഉടനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഏജൻസി പണിയായിട്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ചെറിയ തോതിലാണത് വന്നത്, കൊക്കക്കോളയും അതേപോലെയൊക്കെയുള്ള ആളുകളെ ആ സമയത്താണ് അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത രൂപത്തിലേക്ക് ബഹുരാഷ്ട്ര കുത്തകളുടെ മൂലധനമൊക്കെ ഒഴുകി ഇങ്ങോട്ട് വന്നൊരു കാലമായിരുന്നു അടിയന്തരാവസ്ഥ കാലം. ഇന്ന് അവല്ലാതെ എല്ലാം വിദേശ സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കും MNCകൾക്കും തുറന്നിട്ട് കൊടുത്ത് രാജ്യത്തിൻ്റെ സുരക്ഷയോ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യൻ ഭരണകൂടം കരുപ്പിടിപ്പിച്ചിരുന്ന നിയമങ്ങളൊക്കെ തന്നെ പൊളിച്ചെഴുതുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഒരിക്കലും അടിയന്തരാവസ്ഥയേക്കാൾ മാരകമായ ഒരു കാലമാണിപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷെ സംസാരം ഭരണകൂടത്തിനെതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ തടവറയിലാണ്. നിങ്ങൾ UAP ആണ്. UAP നിങ്ങൾ ചുമത്തി കഴിഞ്ഞാൽ പിന്നെ വരില്ല. ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനോ കൊല്ലാനോ യാതൊരു വിധത്തിലുള്ള ലൈസൻസും പാടില്ല. അന്ന് രഹസ്യ പോലീസുകാരാണ് ആളുകളെ തേടി വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ന് രഹസ്യ പോലീസ് പോലും വേണ്ട. RSSൻ്റെ ശാഖയിലുള്ള ആളുകൾക്ക് അവർക്ക് വരാം. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയാണ് RSS. 100 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ് മോഡി കൊടുക്കുന്ന BJPക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫാസിസ്റ്റ് ടേക്ക് ഓവറാണ്. അത് നമുക്ക് ഇപ്പോൾ ജർമ്മനിയിൽ വന്നതുപോലെ ഇറ്റലിയിൽ വന്നതുപോലെയുള്ള ലക്ഷണമൊത്ത ഫാസിസം വന്നോ ഇല്ലയെന്നൊക്കെ ഉള്ളൊരു തർക്കം ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ലോകത്തെവിടെയും ഫാസിസം ഒരേ രൂപത്തിലല്ല വരിക. ഇറ്റലിയിലും ജർമ്മനിയിൽ പോലും ഒരേപോലെയല്ല വന്നത്. മുസോളിനി പള്ളിയുടെ കൂടെയായിരുന്നു, പോപ്പ് മുസോളിനിയുടെ കൂടെയായിരുന്നു. നേരെ മറിച്ച് ജർമ്മനിയിലേക്ക് വരുമ്പോൾ പള്ളി ക്രിസ്ത്യാനികളെ വേട്ടയാടുന്ന പരിപാടി കൂടിയാണ് ഹിറ്റ്ലർ ചെയ്തത്. ഈ രണ്ട് രാജ്യങ്ങളും ഒരേ സമയത്ത് തന്നെ നിലനിന്ന രാജ്യങ്ങളിൽ പോലും. അതേ സമയത്താണ് ഇപ്പോൾ സ്പെയിനിൽ നടന്നത്. ജൈവ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പേരാണ് അന്ന് ഫ്രാങ്കോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരേ കാലത്ത് തന്നെ നിലനിന്നിരുന്ന ഈ ഭരണം, ഇപ്പോൾ ടോജോ ജപ്പാനിൽ, ടോജോയുടെ ഭരണം എന്തായിരുന്നു? അപരൻ. ഇപ്പം നമ്മൾ പറയില്ലേ ഫാസിസത്തിൻ്റെ ലക്ഷണം അപരനെ സൃഷ്ടിക്കലാണ്. ജപ്പാനിലൊരു അപരനെയും സൃഷ്ടിച്ചില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഭരണം എന്ന് പറയുന്നത് ഒരേ രൂപത്തിൽ ലക്ഷണമൊത്ത അത് എവിടെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്? ഇവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഫാസിസം ഇല്ല എന്നുള്ള രൂപത്തിലാണ് ചില ആളുകൾ പറയുന്നത്. ഫാസിസം ഒന്നും വേണ്ട. UPയിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സ്ഥലത്ത് കുടുംബങ്ങളെ ആരും അറിയാതെ അവർക്ക് അവിടെ മറവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടായില്ല. ഖത്തറയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആരും വേണ്ട, ഭരണകൂട സ്ഥാപനങ്ങൾ പോലും വരേണ്ട. അപ്പം അവർക്കെതിരാണ് എന്ന് പറഞ്ഞ പാർലമെന്റിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷൻ പ്രതിപക്ഷ നേതാവിന് 2 ആഴ്ചക്കാലം മിണ്ടാൻ അനുവദിച്ചില്ല. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോഴാണെങ്കിലും പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് കൊടുക്കണം എന്നുള്ളതാണ് 52 മുതൽ നാളിതുവരെയുള്ള ജനാധിപത്യം. പക്ഷെ 2 ആഴ്ചക്കാലം പ്രതിപക്ഷ നേതാവിനെ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല. അപ്പം ചില ആളുകൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങനെ ലക്ഷണമൊത്ത ഫാസിസം വന്നിട്ടില്ല എന്ന്. സാർ ഞാൻ ഇടപെട്ടോട്ടെ. ഇപ്പം സഖാവ് ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേ സന്ദർഭത്തിലാണ് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം, സംവിധാന ഹത്യ എന്ന പേരിൽ RSS അല്ലെങ്കിൽ സംഘപരിവാർ BJP രാജ്യത്തുടനീളം അവർ ആചരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിന്റെ RSSനുള്ള പങ്കെന്താണ്? RSSൻ്റെ ആദ്യ കാലഘട്ടത്തിൽ RSSകാർ അടിയന്തരാവസ്ഥയ്ക്കെതിരായി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവരെ ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു.
അവരൊക്കെ നമുക്ക് ഒപ്പൊക്കെ ജയിലുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കേരളത്തിലാണെങ്കിൽ അവരുടെ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന രഹസ്യമായൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ടത് അടിയന്തരാവസ്ഥ ജയിലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ DNA കൃത്യമായ സാമ്രാജ്യത്വ സേവയാണ്, ഭരണകൂട സേവയാണ്, സംഘപരിവാറിൻ്റെ ജന്മമുദ്ര എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥയിൽ നമ്മൾ കാണുന്നത്. 75 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. 30 അന്നത്തെ RSSന്റെ സർസംഘചാലക് ദേവരശനെ അറസ്റ്റ് ചെയ്യുന്നത്. ജൂലൈ 4 തന്നെ അദ്ദേഹം മാപ്പപേക്ഷ എഴുതി തുടങ്ങി. ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി, അടിയന്തരാവസ്ഥയ്ക്ക് ഞങ്ങളെതിരല്ല, ഞങ്ങളെ വിട്ടുകഴിഞ്ഞാൽ, ഞങ്ങളെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടാൽ അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്ന പ്രവർത്തനം ഞങ്ങൾ നടത്താം. അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി അതിനോട് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധി അമേരിക്കൻ CIA സഹായത്തോടു കൂടിയാണ് ഈ പുരോഗമന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന ഒരു ക്യാമ്പയിനായിരുന്നു സാർവദേശീയ തലത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 22 രണ്ടാമത്തെ കത്ത് എഴുതി. രണ്ടാമത്തെ കത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ചെങ്കോട്ടയിൽ ഓഗസ്റ്റ് 15 ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ഗംഭീര പ്രസംഗമായിരുന്നു. ഞങ്ങളെയും കൂടി പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അടിയന്തരാവസ്ഥ 20 പരിപാടി 5 പരിപാടിയൊക്കെ ഞങ്ങൾ പിന്തുണച്ചോളാം. ആ കത്തിനും പ്രതികരണം ഉണ്ടായി. പിന്നെ നവംബർ 10 മൂന്നാമത്തെ കത്ത് അവർ അയച്ചു. മൂന്നാമത്തെ കത്ത് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി വന്നതോട് കൂടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ വിധി അപ്രസക്തമായി, നിയമപരമായ അപ്രസക്തമായി, അല്ലെങ്കിൽ സാങ്കേതികമായ അപ്രസക്തമായി. അപ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കത്തിൽ അവർ പറഞ്ഞു, JP മൂവ്മെൻറ്റിൽ ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല, വെറുതെ RSSനെ അതിൽ കൂട്ടി കുഴച്ചതാണ്. ബീഹാറിലെയോ ഗുജറാത്തിലെയോ ഒന്നും JP മൂവ്മെൻറ്റുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, ഞങ്ങൾ അനാവശ്യമായി അതിൽ കുടിക്കിയതാണ്, ഞങ്ങളെ വിട്ടയക്കണം. അതേപോലെ ജൂലൈ 15 മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന SP ചവാന് കത്തയക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ RSSന്റെ സർസംഘചാലക് മാത്രമല്ല, BMS സ്ഥാപിച്ച തേങ്കടി, മൂലെ എന്ന് പറയുന്ന ഒരാളും പിങ്കളെ എന്ന് പറയുന്ന ആളും, ഇവർ 3 പേരും സംയുക്തമായൊരു കത്തയക്കുന്നുണ്ട്. ഞങ്ങളെ RSSന്റെ തന്നെ പ്രമുഖ നേതാക്കന്മാർ ഞങ്ങളെ വിട്ടയച്ചാൽ ഞങ്ങൾ ഈ 20 പരിപാടിയൊക്കെ പിന്തുണച്ചോളാം. AVP-ക്കാർ പ്രഭു ചൗള, വേറൊരു 2 AVP പ്രവർത്തകർ ജയിലുണ്ടായിരുന്നു, ഞങ്ങളെ വിട്ടയച്ചാൽ അടിയന്തരാവസ്ഥ. അങ്ങനെ 14 കത്തുകളാണ് എഴുതിയത്. ഇത് മുഴുവൻ മഹാരാഷ്ട്ര അസംബ്ലിയുടെ മേശപ്പുറത്തുണ്ട്. ഇതുകൂടാതെ ഈ ഗുരുജി ഗോൾവർക്കർ എന്ന് പറയുന്ന RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകിന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു വലിയ RSS നേതാവാണ്, രാമകൃഷ്ണ റാനഡെ എന്ന് പറയുന്നത്. ആ രാമകൃഷ്ണ റാനഡെ അദ്ദേഹമാണ് JP-യുമായിട്ട് സംസാരിച്ച് ജനസംഘത്തെ ജനതാ പാർട്ടി ലയിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആൾ. ഈ രാമകൃഷ്ണ റാനഡെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇത് പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ്. അതുകൂടാതെ വിനോഭാവെ, ഇതൊക്കെ പോയപ്പോൾ വിനോഭാവെ പ്രധാനമന്ത്രി കാണുന്നതിൻ്റെ തലേ ദിവസം അവർക്ക് കത്തയച്ചിട്ട് ഞങ്ങളെ വെടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഭരണഘടനയ്ക്ക് അവരെ സ്വേച്ഛാഭരണത്തിന് വേണ്ടി അവർ പൊട്ടുവന്നപ്പോൾ ഭരണഘടനയെയും രാഷ്ട്രം നിർമ്മാണത്തിൻ്റെ എന്തൊക്കെ പങ്കുവഹിച്ച് നമ്മൾ കെട്ടിപ്പടുത്തുക, അത് മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ സംവിധാന ഹത്യാ ദിന എന്ന് പറയുന്ന അതും ആ വാക്കിൻ്റെ പ്രാധാന്യം കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തു എന്നല്ല അവർ പറയുന്നത്, ഭരണഘടനാ ഹത്യാ ദിനം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനയെ തന്നെ അപ്രസക്തമാക്കുന്നൊരു ഭരണമാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തേക്കാൾ ഭീകരം. അന്ന് നിയമപരമായിട്ടായിരുന്നു, വേറെ തരത്തിൽ ആളുകളെ പിടിച്ചു കൊണ്ടുപോയി മിസയാണ്, DIR ആണ്, നിങ്ങളെ അതിനനുസരിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന, അതിനൊരു ഈ ഉരൽ വിഴുങ്ങാൻ വിരലുമറ എന്ന് പറയുന്ന അങ്ങനെ ഒരു നിയമത്തിൻ്റെ ഒരു ആ നിയമം തെറ്റായിരുന്നു എന്നുള്ളപ്പോൾ തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായി. ഇതൊന്നുമില്ലാതെയാണ് ഓപ്പറേഷൻ കഹാർ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പരിപാടികൾ, ആരൊക്കെ തരത്തിലുള്ള ഏർപ്പാട്, ആരെ വേണമെങ്കിലും അവർക്ക് പിടിച്ചിടാവുന്ന രൂപത്തിലേക്ക് ഇല്ലാത്ത കഥകൾ, പെഗാസസ് വെച്ചുകൊണ്ട് അവരുടെ മൊബൈലുകളിലേക്ക് ചാരപ്പകുത്തി നടത്തിക്കൊണ്ട് അവരെ കേസുകളിൽ കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ ഒരു കാലത്തും കാണാത്ത രൂപത്തിലുള്ള ജനാധിപത്യ ധ്വംസനം. അതുകൊണ്ടാണ് മോഡി ഭരണത്തെ ജനാധിപത്യമില്ലാത്ത ജനാധിപത്യ രാജ്യമായി ഇന്ത്യ മാറി. തെരഞ്ഞെടുപ്പിലൂടെ സ്വേച്ഛാധിപത്യം വന്ന രാജ്യമെന്ന് സ്വീഡനിലെ വീഡം എന്ന് പറയുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപഹസിക്കുന്ന
അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതുകൊണ്ട് നമുക്ക് ഫാസിസം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പ് 2019 തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് പറയുന്ന കേസുകൾ വന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് മരെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ഒരു വിധി വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയാണ് നിയമിക്കേണ്ടത്? പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അടങ്ങുന്നതായിരിക്കണം. അത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഭരണഘടന ഭേദഗതി ചെയ്തു. ഇഷ്ടമുള്ളവരെ വെക്കാമെന്ന് പറയുന്ന ധാരണ എത്തി. തെരഞ്ഞെടുപ്പ് 19 കേസ് വന്നു. അപ്പോൾ ഒരു വർഷം വരെ 1961 തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് ഒരു വർഷം വരെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സൂക്ഷിക്കണം. ADR എന്ന് പറയുന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് മാൽ പ്രാക്ടീസിനെയൊക്കെ അപ്പോൾ കണ്ടുപിടിച്ച് കേസൊക്കെ കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിലെ മാൽ പ്രാക്ടീസ് 2019 മാൽ പ്രാക്ടീസ് 327 പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ കൊടുത്തവർ വന്നു. അതിനുശേഷം ഈ രേഖകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടു കേസ് കൊടുക്കാൻ. ആ കൊടുക്കുന്നതിന് മുൻപ് അവരെന്ത് ചെയ്തു? ഇത് കൊടുക്കുന്നതിന് മുൻപേ തന്നെ ആ വകുപ്പ് അങ്ങ് ഭേദഗതി ചെയ്തു. അതായത് വീഡിയോ ക്ലിപ്പിങ്സും അതേപോലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളൊന്നും ഇനി ആർക്കും കൊടുക്കണ്ട എന്ന് പറയുന്ന 69 തെരഞ്ഞെടുപ്പ് ചട്ടത്തിലെ 92(3) എന്ന് പറയുന്ന സാധനം തന്നെ ഒരു എടുത്തു കളഞ്ഞു. അപ്പം ഇത് പതുക്കെ ആണ് ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടക്കാതെ. പക്ഷെ അതേസമയം അവർക്ക് ആരെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ തൊഴിലാളികൾ ഒരു ഭാഗത്ത് വന്നു. കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 നിയമങ്ങൾ വന്നു. ആ 3 നിയമങ്ങൾ തൽക്കാലം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മാരകമായൊരു പുതിയ ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. അന്ന് നിർബന്ധ വന്ധ്യംകരണമാണ് സഞ്ജയ് ഗാന്ധി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ന്യൂനപക്ഷ വേട്ട തന്നെ വ്യാപകമായി നടക്കുകയാണ്. അതിന് വഖഫ് ബോർഡ് നിയമങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ഭരണഘടനാപരമായ റൈറ്റുകൾ മുഴുവൻ തന്നെ എടുത്തു കളയുന്ന രൂപത്തിലേക്ക് വരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വിവാഹ ആയി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിയമത്തെ അത് സിവിൽ കേസായിരുന്നു. മുസ്ലിമുകളുടെ പ്രശ്നത്തിൽ മാത്രം ക്രിമിനൽ കേസായി. നിങ്ങളെ വന്നു കഴിഞ്ഞാൽ അടയ്ക്കാം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി. അപ്പോൾ അവരാരെയാണ്? അവരുടെ ആഭ്യന്തര ശത്രുക്കൾ 3 പേര്, ക്രിസ്ത്യാനികളും മുസ്ലിംസ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന ആ 3 ആഭ്യന്തര ശത്രുക്കളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും പിന്നെ അതിൻ്റെ അവസാനത്തേക്ക് എത്തിയിട്ടില്ല. കാരണം തൽക്കാലത്തേക്കൊക്കെ അവർക്ക് തെരഞ്ഞെടുപ്പ് വേണം. കാരണം ഒരു ഫാസിസ്റ്റ് ആ മുഖം അങ്ങനെ തന്നെ എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാർവദേശീയ സാഹചര്യത്തിൽ അതത്ര വില പോകില്ല. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അവർക്കിതൊക്കെ വേണം. പക്ഷെ അത് അവർക്ക് ഫേവറബിൾ ആവുന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പുകളും മറ്റ് സംഭവങ്ങളൊക്കെ എങ്ങനെ മാറ്റാം എന്ന് പറയുന്ന രൂപത്തിൽ വരും. സുപ്രീം കോടതി വിധി വന്നാലും കാര്യമില്ല, എല്ലാം തന്നെ മാറ്റുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വന്ന് മൊറാർജി സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച ഈ ഭരണഘടനാ ഭേദഗതികൾ റദ്ദ് ചെയ്തു. പക്ഷെ നമുക്ക് നമ്മുടെ ഭരണഘടന പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് എന്തെന്നാ പറയുക, അതിന് അംഗഭംഗം വന്ന രൂപത്തിലേക്ക് ഒരു പുസ്തകമായിട്ട് മോഡിയൊക്കെ അത് പിടിച്ച് മുത്തുമൊക്കെ ചെയ്യിച്ചു. അപ്പോൾ അത് ഒരു അന്ത്യചുംബനം കൊടുക്കുന്ന പോലെ പാർലമെൻറ്റിൽ ആദ്യം കയറുമ്പോൾ സാഷ്ടാംഗ നമസ്കാരം നടത്തി ഇത് പ്രതീക്ഷയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതീക്ഷ ഒരാളേ ഉള്ളൂ, ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പ്രതീക്ഷ ഞാനാണെന്ന് പറയുന്ന രൂപത്തിലാണ് ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഭരണഘടനയാണ്. ശ്രീകോവിലാണെന്നല്ലേ? ശ്രീകോവിലാണ്. അങ്ങോട്ട് ആരും കയറണ്ട എന്ന് പറയുന്ന രൂപത്തിൽ അത് തന്നെയാണ് പിന്നീട് കണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവില എന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്നും വന്നില്ല. മാത്രമല്ല ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം, അതിൻ്റെ ഉദ്ഘാടനം, ഇന്ത്യൻ പ്രസിഡന്റാണ് പാർലമെൻറ്റിൻ്റെ സർവാധികാരി. ആ സർവാധികാരി അങ്ങോട്ട് അടുപ്പിച്ചില്ല. രാംനാഥ് കോവിന്ദ് ഉള്ളപ്പോഴാണ് ശിലാന്യാസം നടക്കുന്നത്, അതിൻ്റെ കല്ലിടുന്നത്. അവിടേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് മുർമുവാണ്, അവരങ്ങോട്ട് ക്ഷണിച്ചില്ല. കാരണം അവർ ദളിത് അല്ലെങ്കിൽ അങ്ങനെ വിധവ അതൊക്കെയുള്ള കാറ്റഗറി വെച്ചുകൊണ്ട് ഈ ആളുകൾ അപ്പോൾ അവർ സങ്കല്പിക്കുന്ന ഒരു മതരാഷ്ട്ര രൂപീകരണത്തിലേക്ക് പോകാൻ ഏതൊക്കെ തരത്തിലാണോ അത് അവർ വളരെ ബുദ്ധിപൂർവ്വം ആ കാര്യങ്ങൾ നടത്തുക. ഇന്ത്യയിൽ പട്ടാള ഭരണം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതിരുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ തന്നെ ഈ ഇതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് അത് മാറ്റിയിരുന്നില്ല. അതിന് പകരം അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ സർവാധിപതി, സർവ്വസേനാധിപൻ. അത് മാറ്റിയവർ ചീഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു പുതിയ പദവി കൊണ്ടുവന്നു. ആ പദവി കൊണ്ടുവന്ന് അവർ തന്നെ നിയമിച്ച നിയമങ്ങളെ തന്നെ പിന്നീട് അവർ ഭേദഗതി ചെയ്തു. ഇഷ്ടമുള്ള ആളുകളെ, പഞ്ചനക്ഷത്രമുള്ള ആളായിരിക്കണം, സീനിയർ ആയിരിക്കണം, 3 സൈനിക മേധാവികളിൽ സീനിയർ ആയിരിക്കണം, പഞ്ചനക്ഷത്രമുള്ള ആളായിരിക്കണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു കാറ്റഗറി അവർ കൊണ്ടുവന്നു. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലെ ഇവർക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് അപ്പം അതൊക്കെ മാറ്റിയിട്ട്
ഈ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് 3. അപ്പോൾ ഈ പാകിസ്ഥാനിലൊക്കെ പട്ടാള ഭരണം ഒക്കെ വരുന്ന സമയത്ത് ഇന്ത്യയിൽ അത് വരാതിരിക്കുന്നതിന് വളരെ ജാഗ്രത നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ചെയ്തതിൻ്റെ ഫലമായിട്ടായിരുന്നു. അപ്പോൾ അത് അട്ടിമറിച്ചു. അപ്പോൾ ചീഫ് ഓഫ് സ്റ്റാഫ് കൊണ്ടുവന്നു. ഇനി ആ ചീഫ് ഓഫ് സ്റ്റാഫിനെ ആരെ വേണമെങ്കിലും നിയമിക്കാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം ഫെഡറലിസത്തിൻ്റെ സംസ്ഥാനങ്ങൾ അധികാരം കവരുന്നു. ഈ ആർമി പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നു. ഇഷ്ടമുള്ള എല്ലാ രഹസ്യ ഏജൻസികൾ ED ആയാലും മറ്റു സംഭവങ്ങളൊക്കെ ഇപ്പോൾ രഹസ്യ പോലീസല്ല വരുന്നത്. 200 ചില്ലാനം ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ വിലയ്ക്ക് വാങ്ങി 21,000 കോടി രൂപ കൊടുത്തിട്ട് അങ്ങനെ വന്നു. പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് പല പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്തി. അതുപോലും ഭരണഘടനയിൽ 110 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. 111 എന്ന് പറയും. 111 എന്ന് പറയുന്നത് ഈ ധനകാര്യ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ബഡ്ജറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ആധാർ ബില്ല് പോലും ഈ നിയമം അനുസരിച്ചാണ് വന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം പോലും കാശ്മീരിനെ 3ആയിട്ട് വിഭജിക്കാൻ ഒരു സംസ്ഥാനത്തെ 2ആയിട്ടൊക്കെ ഭാഗിക്കാനൊക്കെ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡൊക്കെ വന്നല്ല സംസ്ഥാനം. പക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ പദവി ഇല്ലാതാക്കാനുള്ള അധികാരമില്ല. അതും ഒരു അജണ്ടയിലില്ലാത്ത കാര്യമാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്തു, ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. അപ്പോൾ പാർലമെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിൽ എൻ്റേതായി നമ്മൾ കൽപ്പിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ 52 മുതൽ തുടർന്ന് വന്നിരുന്ന അതൊക്കെ പല ഘട്ടങ്ങളിൽ അതിന് മാൽ പ്രാക്ടീസുകളെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. 83 തെരഞ്ഞെടുപ്പ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്, പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വലിയ അട്ടിമറിയൊക്കെ നടന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇത് ഒരു കൃത്യം പദവീകൃതമായ രൂപത്തിൽ തന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ആത്മപ്രശംസ, പരദൂഷണം, വ്യക്തിയും സമാജവും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലാതാക്കുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്നുള്ളതാണ് RSSന്റെ സങ്കല്പം. ജനാധിപത്യത്തെ തന്നെ അവർക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പം അതിന് ഒറ്റയടിക്ക് അവർക്ക് കളയാൻ പറ്റാത്തത് കൊണ്ട് പതുക്കെ അവരെന്ത് ചെയ്യുന്നു, പോവുകയാണ്. ഈ ഒരു ബ്രോക്കനൈഡ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മജീവിയുണ്ട്. അത് ഒരു ചെലന്തിയുടെ പുറത്താ മുട്ടയിൽ. ഇത് പതുക്കെ വലുതാവുന്ന അനുസരിച്ച് ഇത് തിന്നു തീർത്തിട്ട് ഇത് പറക്കാറാവുമ്പോഴേക്കും എന്താവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചത്തുപോയിട്ടുണ്ടാവും. ഏതാണ്ട് അങ്ങനെയുള്ളൊരു നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ വന്നിരിക്കുന്ന ഒരു ബ്രോക്കനൈഡ് വിഷജീവിയാണ് ഈ സംഘപരിവാർ. അപ്പോൾ അവർ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 24 തെരഞ്ഞെടുപ്പും ഈ 19 തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ജനസംഖ്യയെ കൂടുതൽ വോട്ടർമാർ വന്നു. 76 ലക്ഷം വോട്ട് കൂടുതൽ എണ്ണി ചെയ്തതിൻ്റെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 മണിക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണ രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനം വരും, ഇത്ര ശതമാനം വന്നു. അതിൻ്റെ ചെറിയ ഒരു 1% താഴെ, 1.5% താഴെയാണ് നാളിതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന കാലം മുതൽ വ്യത്യാസം. അപ്പോൾ ഇത് 5:30-ക്കുള്ളത് 6:11 വന്നു. അത് കഴിഞ്ഞിട്ട് 11:45 രണ്ടാമത് വന്ന് 58.22% പിന്നെ 65%. അതും കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് വോട്ടെണ്ണുന്നത്. ആ വോട്ടെണ്ണുന്നതിൻ്റെ 2 മണിക്കൂർ തന്നെ മുൻപ് 66 സംതിങ് ആയി. അപ്പോൾ 76 ലക്ഷം വോട്ട് കൂടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പരസ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ കണക്കൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പാർലമെൻറ്റിൽ പറഞ്ഞിട്ട് പോലും കോടതികളുടെ ഒരു ഇതെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എടുക്കില്ല, ലാഗ് ചെയ്ത് വർഷങ്ങളോളം അതിങ്ങനെ കൊണ്ടുപോകും. കോടതികൾക്ക് വന്നിട്ടുള്ള നിറമാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അമിത്ഷായ്ക്കെതിരെ ശിക്ഷാവിധി വിധിച്ച ഒരാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവേണ്ടതായിരുന്നു. ആ ചീഫ് ജസ്റ്റിസിനെ വന്നില്ല. ആ കൊളീജിയം പോകുന്നത് വരെ എന്ത് ചെയ്തു, വെച്ച് താമസിപ്പിച്ചു. ജസ്റ്റിസ് രമണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വന്നപ്പോൾ രണ്ടാമത് പുതിയ കൊളീജിയം വെച്ചിട്ട് അയാളെ ആ പാനലിൽ നിന്ന് മാറ്റി. അപ്പോൾ ചീഫ് ജസ്റ്റിസുമാരായി മാറ്റുന്നവരെ കോടതികളുടെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ തന്നെ ഇത് നമുക്ക് എവിടെ നിങ്ങൾ ഗ്യാസ് ചേംബർ എന്ന് ചോദിച്ചിട്ട് ഫാസിസം വന്നില്ല എന്നുള്ള മഴുക്കോല് കൊണ്ട് അളക്കുന്നത് അങ്ങേയറ്റം അശാസ്ത്രീയമാണ്. ഓരോ രാജ്യത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ചാണ് ആ രാജ്യങ്ങളിൽ ഫാസിസ്റ്റ് ഭരണം വരിക. ഇത് മതരാഷ്ട്രത്തിൻ്റെ മേലങ്കി അണിഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് അടിയന്തരാവസ്ഥയേക്കാൾ എത്രയോ മാരകവും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തടവറയാക്കി മാറ്റുന്ന രാജ്യത്തിൻ്റെ തന്നെ വരുന്ന. അപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ തൽക്കാലം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. അത് ആവശ്യമില്ലാത്ത ഘട്ടത്തിലൊക്കെ അവരെടുത്ത് വലിച്ചെറിയുകയും ചെയ്യും. ഞാനിവിടെ സഖാവ് വിശദീകരിച്ച് വന്നപ്പോഴേ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളടക്കം പരാജയപ്പെട്ട സാഹചര്യത്തെ പറ്റി വിശദീകരിച്ചു. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് കേരളം എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നാടാണെന്നാണ് വെപ്പ്. ഇപ്പോൾ ബാരോമീറ്റർ, ഇന്ത്യയുടെ ബാരോമീറ്ററാണ്
ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്നൊരു ഉപകരണമാണ് ബാരോമീറ്റർ. പക്ഷെ ആ ബാരോമീറ്ററിൻ്റെ കണക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തെറ്റി. എൻ്റെ കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വലിയ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികളൊന്നും ഒരു കാര്യം ഇവിടെ ചെയ്തില്ല. ആകെ ML പാർട്ടി, RSSകാർ കുറച്ച് ധർണ, പിക്കറ്റിങ് അതുപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അവർ ഈ രഹസ്യ വിതരണത്തിൻ്റെ ഇത് ചെയ്തു. സോഷ്യലിസ്റ്റുകളായ ആളുകൾ ചില പ്രകടനങ്ങൾ ചെയ്തു. ML പാർട്ടി അതിന് കഴിയുന്ന രൂപത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം അതേപോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അവസാനത്തെ കുഞ്ഞിനെ വരെ അകപ്പാക്കി. സമരം ചെയ്യേണ്ട ശക്തികൾ CPM-ൻ്റെ ഒക്കെ ആദ്യത്തെ ആളുകളെയൊക്കെ EMS-നെ AKG ഒക്കെ ആദ്യകാലം അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരൊക്കെ വരുന്നു. അപ്പോൾ ഒരു സമരവും കേരളത്തിൽ അടിയന്തരാവസ്ഥ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തരുത്. AKGയുടെ ഒരു പ്രസംഗം മാത്രമാണ് ആ അർത്ഥത്തിൽ എടുത്തു പറയാവുന്നത്. അത് കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ നടന്നില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മാവേലി നാട് വാഴുന്ന കാലം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വാദഗതി അതിൽ അപ്പോൾ പ്രത്യക്ഷമാണെന്ന് ശരിയാണെന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായി. അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കടകളിൽ കല്ലില്ലാത്ത അരി കിട്ടും. പലചരക്ക് കടകൾ, ആ കടകളിലൊക്കെ ഇങ്ങനെ വില പട്ടികയുണ്ട്. ഓഫീസുകളിൽ 10 മണിയാകുമ്പോഴേക്കും കൃത്യമായ ആളുകൾ എത്തുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് സദ്ഭരണം നടക്കുന്നു എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായി. പക്ഷേ കക്കയവും മാരൂർക്കുന്നും ഓരോ ജില്ലയിലും കോൺസെൻട്രേഷൻ ക്യാമ്പും ഇതിനെതിരെ എതിർക്കുന്ന മനുഷ്യരെയൊക്കെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ആരും അത് പുറത്തെത്തിക്കുന്ന ഒരു സംഭവമോ സമരമോ ഒന്നും ഉണ്ടായില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസിനെ വലിച്ചു താഴെയിട്ടപ്പോൾ 114 സീറ്റ് അന്ന് കോൺഗ്രസിന് കിട്ടി. 20 പാർലമെൻറ്റ് സീറ്റും 20 അവർക്ക് 17 സീറ്റ് മാത്രമാണ് പ്രതിപക്ഷത്തിന് CPM-ന് അന്ന് കിട്ടിയത്. പ്രമുഖ നേതാക്കന്മാർ മുഴുവൻ തോറ്റുപോയി. അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ അടിയന്തരാവസ്ഥ എന്താണ് ഈ രാജ്യത്ത് നടക്കേണ്ടത് എന്ന് പറയേണ്ട ആളുകൾ അത് പറയുകയോ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുകയോ രഹസ്യമായിട്ടെങ്കിലും എത്തിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും നടക്കാത്തത് കൊണ്ട് ഇതൊരു മാവേലി നാട് വാഴുന്ന കാലമാണ് എന്ന് പറയുന്നത് തോന്നലുണ്ടാകുകയും സ്വാഭാവികമായി കോൺഗ്രസിന് ഒരു കാലത്തും കിട്ടാത്ത 114 സീറ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് അത് നേടുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചു. അത് സമരങ്ങളില്ലാത്ത ഒരു നാടായി മാറുകയും അടിയന്തരാവസ്ഥക്കെതിരെ എതിർ ശബ്ദങ്ങൾ. പിന്നെ നമ്മളൊക്കെ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് പല ചായ കുടിക്കാനോ ഹോട്ടലിലൊക്കെ നിർത്തുമ്പോഴാണ് മുദ്രാവാക്യം വിളിച്ച് അടിയന്തരാവസ്ഥ, അറബിക്കടൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴാണ് ഇവരുടെ ചില പരിപാടിയൊക്കെ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായി നടത്തേണ്ട ഉത്തരേന്ത്യയിലായാലും അതിൻ്റെ സാധ്യതയും സ്രോതസ്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഉപയോഗിച്ചില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യം, ഇപ്പം അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം CPM ആചരിക്കുകയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ അടിയന്തരാവസ്ഥയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ ഉൾപ്പെടെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം സംഘടിപ്പിച്ചുകൊണ്ട് ഈ LDF ഭരിക്കുന്ന അതേ കാലയളവിൽ തന്നെ അവരെ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനോടൊന്നും തന്നെ അനുഭവപൂർണ്ണമായ ഒരു സമീപനം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം CPM ഇപ്പം ഈ 50-ാം വാർഷികം ആചരിക്കുന്ന ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് 50 വർഷം കഴിഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനം ആചരിക്കണമെന്ന് അവർക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും ജില്ലകളിലൊക്കെ തന്നെ എൻ്റെ ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിന് കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യാണ്. സുന്ദരയ്യ അന്ന് ഒരു തരത്തിലുള്ള സമരവും നടത്താത്തൊരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഒരുപാട് വിമർശന സഖാവിൻ്റെ രാജിക്കത്തിലുണ്ട്. അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. ആകെ ഒരു തൊഴിലാളി പണിമുടക്കാണ് ആ സമയത്ത് ആകെ നടന്നത്. മറ്റു പ്രതിഷേധങ്ങൾ ഏതെങ്കിലും ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് SFIക്കാരുടെ ഒരു പ്രതിഷേധ മാർച്ച് 19 പേരോളം ഒന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ചില അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ചില മുദ്രാവാക്യങ്ങൾ പല സ്ഥലത്തും നടന്നു. പക്ഷെ പാർട്ടി എന്ന രൂപത്തിൽ സംഘടിതമായി അടിയന്തരാവസ്ഥയെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. അതാണ് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപ്പോൾ ഇത് അവരെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിച്ച ഉടനെ തന്നെ പഞ്ചാബിലാണ് ആദ്യമായി അടിയന്തരാവസ്ഥ തടവുകാരെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള അംഗീകാരം കൊടുത്തുകൊണ്ട് അവർ വന്നു. ഇപ്പോൾ ഒരു 14 സ്റ്റേറ്റോളം വന്നു. അവിടെയൊക്കെ തന്നെ സംസ്ഥാന സർക്കാരുകൾ അടിയന്തരാവസ്ഥ തടവുകാരെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള അംഗീകാരം കൊടുത്ത് വന്നു. ഇവിടെ അടിയന്തരാവസ്ഥക്കാർക്ക് ഒരു തളിയിൽ വനജൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ അടിയന്തരാവസ്ഥക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു പാർലമെൻറ്റ് മാർച്ച് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അത് അടിയന്തരാവസ്ഥക്കാരുടെ പെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രം ഉന്നയിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആ അർത്ഥത്തിൽ നമ്മളെ പാർട്ടി എന്നുള്ള രൂപത്തിൽ അന്ന് അങ്ങനെ വന്നിരുന്നേ.
VS മന്ത്രിസഭയിലെ VSന്റെ കാലത്ത് ഒരു MLA ഒരു ചോദ്യം ചോദിക്കുകയും അടിയന്തരാവസ്ഥക്കാരുടെ കണക്കെടുപ്പ് നടത്തുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സമയത്ത് അത് പിന്നെ നടന്നില്ല. അപ്പോഴാണ് നമുക്ക് മേലെ നമ്മുടെ കൂടെ ജയിലിലൊക്കെ ഉണ്ടാവുകയും രാഷ്ട്രീയമായിട്ട് പിന്നെ ഉണ്ടാവുകയും നമ്മുടെ സഹയാത്രികരാക്കി നിൽക്കുന്ന TN ജോയി അതേപോലെയൊക്കെയുള്ള സഹാക്കൾ നിങ്ങൾ മുൻകൈ എടുക്കണം അടിയന്തരാവസ്ഥക്കാരെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2010 ജൂലൈ 9 എറണാകുളം ടൗൺ ഹാളിൽ എല്ലാ അതിൽ പാർട്ടിയൊന്നും നോക്കില്ല, അടിയന്തരാവസ്ഥ തടവറയിലായിരുന്നു മുഴുവൻ ആളുകളുടെ ഒരു സംസ്ഥാനതല കൺവെൻഷൻ വിളിച്ചു ചേർത്തു. അത് കുൽദീപ് നയ്യാരായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തു. CN കരുണാകരൻ, അങ്ങനെ ഒരുപാട് അന്ന് കേരളത്തിൽ വരാവുന്ന പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ തന്നെ വന്നു. അടിയന്തരാവസ്ഥ തടവുകാരുടെ ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊടുത്തു. ആ വർഷം ഓഗസ്റ്റ് 19 നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. ആ മാർച്ച് അന്ന് അത് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്തെ MP ആയിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിയന്തരാവസ്ഥ ശേഷമുള്ള കൺവീനറായിരുന്ന P. വിശ്വംഭരനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് ഒരു ആവശ്യം ഉന്നയിച്ചു, നമ്മൾ ഒരു മാർച്ച് നടത്തി ഇങ്ങനെ പോയാൽ പോരാ, ഇവിടെ ഒരു പ്രത്യക്ഷ സമരം തുടങ്ങണം. അങ്ങനെ നമ്മൾ ഏതാണ്ട് 20 മുതൽ 26 തീയതി വരെ ഓരോ ജില്ലയിലെ ആളുകളെ വെച്ച് ഇപ്പോൾ സമരം നടത്തും. നമ്മളൊരു 3 മുദ്രാവാക്യമാണ് അതിൽ വെച്ചത്. ഒന്ന്, അടിയന്തരാവസ്ഥ പോരാളികളെ മറ്റ് സംസ്ഥാനങ്ങളെ അംഗീകരിച്ചതുപോലെ വരിക. 2, രാജനെ, വിജയനെ, അതുപോലെ കുരുട്ടിക്കുന്ന് എല്ലാ ജില്ലകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടായിരുന്നു. ആ ക്യാമ്പുകളിൽ അവശേഷിക്കുന്നത് ശാസ്തമംഗലം ക്യാമ്പ് മാത്രമാണ്. അപ്പോൾ അത് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാണ്. അടിയന്തരാവസ്ഥയുടെ ചരിത്രം പാഠ്യവിഷയമൊക്കെ RSSകാർ BJP അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലൊക്കെ പാഠ്യവിഷയങ്ങളിൽ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ രൂപം കൊള്ളുന്നത് അടിയന്തരാവസ്ഥ ശേഷം CPIയും RSPയും വിട്ടുവന്നിട്ട് അപ്പോൾ ഈ ഒരു ഇരട്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. നമ്മൾ വലിയ സമ്മർദ്ദത്തിന് ശേഷം എല്ലാ കളക്ടർമാരോടും വീണ്ടും പിണറായി സർക്കാർ ഒരു കണക്കെടുപ്പൊക്കെ നടത്താൻ വേണ്ടി ശ്രമത്തിൽ നടത്തി 2019. അത് 90% ആളുകളുടെ ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവരത് നിർത്തിലാക്കുന്നത് ഇപ്പോഴും വരുന്നില്ല. ഇപ്പോഴാണ് 50-ാം വർഷമാണ്. അപ്പോൾ അവർ ഈ ഫാസിസം വന്നിട്ടില്ല എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യം, അതിൽ സംശയമുള്ള അണികളെ വരെ കോൺഗ്രസ് ആണല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ശക്തമായൊരു സംഭവമായി മാറ്റാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു താൽക്കാലിക രാഷ്ട്രീയ സംഭവം കൂടിയുണ്ട് ഈ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിലാണെങ്കിൽ വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. 50 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആളുകൾക്ക് ഓർമ്മയുണ്ടാവുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അതല്ല ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പോരാട്ടമായിട്ട് നടത്തുന്ന നാളെ 26-ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നമ്മുടെ ധർണയുണ്ട്. നമ്മൾ ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട്, കാരണം ഇത് അടിയന്തരാവസ്ഥ തടവുകാരുടെ അല്ലെങ്കിൽ അതിൽ മർദ്ദനമേറ്റ ആളുകളുടെ മാത്രം പ്രശ്നമല്ല. രാജ്യം അന്നത്തേക്കാൾ കൂടുതൽ ഫാസിസത്തിലേക്ക് പോവുകയും രാജ്യം ഇരുണ്ടു പോവുകയും നമ്മുടെ ഗൗരി ലങ്കേഷ് പറഞ്ഞതുപോലെ ഭയവും നുണയും കുഴച്ചുണ്ടാക്കിയ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്ന കാലഘട്ടത്തിൽ ചരിത്രം ഇത് രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു അർദ്ധ ഫാസിസ്റ്റ് വാഴ്ച വന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ആളുകൾ, നമുക്കറിയുന്നവർ ഇതിൽ പൊരുതിയിരുന്നു എന്ന് പറയുന്നൊരു സന്ദേശം നമ്മൾ കൊടുക്കുന്നത് വരാൻ പോകുന്ന ഫാസിസ്റ്റ് വാഴ്ചയ്ക്കെതിരായുള്ള ചെറുത്തുനിൽപ്പിന് ഊർജം പകരുന്ന ഒന്നാണ്. അതല്ലാതെ നമുക്കാർക്കെങ്കിലും പെൻഷൻ കിട്ടുന്ന ഒരു വിഷയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ചരിത്രത്തെ ഇത് രേഖപ്പെടുത്തണം. രാജ്യം കൂടുതൽ ഇരുട്ടിലേക്ക് പോവുകയാണ്. ഫാസിസത്തിൻ്റെ ടേക്ക് ഓവർ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനെതിരായി ചെറുത്തുനിൽപ്പ് അടിയന്തരാവസ്ഥ ഓർമ്മ എന്ന് പറയുന്നത് ഒരു ഭൂതകാല കുളിരല്ല, ഓർമ്മയല്ല. അതിനപ്പുറത്തേക്കുള്ള പുതിയ ചെറുത്തുനിൽപ്പിന് നമുക്ക് ഊർജം പകരുന്ന ഒന്നാണ് അടിയന്തരാവസ്ഥയുടെ ഓർമ്മയും രാജൻ്റെയും വിജയൻ്റെയും അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ്റെയൊക്കെ ഓർമ്മകൾ നമുക്ക് തരുന്നത് പുതിയ പോരാട്ടങ്ങളുടെ ഭൂമികൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള വഴിയാണ്. സഖാവേ, ഇത്രയും പുതിയ തലമുറകൾക്ക് കൂടി അടിയന്തരാവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാലത്തെ രാഷ്ട്രീയം, അത് ഇന്നത്തെ കാലവുമായി നമ്മൾ അങ്ങനെ ചേർത്ത് വായിക്കുന്നു എന്ന കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സഖാവിടെ വിശദീകരിച്ച് സഖാവിനെ നന്ദി പറഞ്ഞുകൊണ്ട്